ഓക്കെ, സന്തോഷം. വീട്ടിൽ ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് ഒന്നല്ല, 1 2 3 ഒരാൾ പുറത്തുണ്ട്, പിന്നെ സാദത്തുണ്ട്, എൻ്റെ കമറും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇവർ വളരെ സന്തോഷമുണ്ട്. ഒക്കെ ഗായകരാണ്, വളരെ ഫെമിലിയർ ആയിട്ടുള്ള രൂപങ്ങളായിരിക്കും. അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എൻ്റെ ഇടത് ഭാഗത്ത് നിൽക്കുന്ന അസിൻ വെള്ളില എന്ന പിന്നെ ഗായിക. ഒപ്പം എല്ലാവരും പ്രശസ്തരാണ്. ഇദ്ദേഹം മുർഷിദ് പിന്നെ ഗായകനുമാണ്. പിന്നെ IUHS അധ്യാപക ടീച്ചിങ് ഉണ്ടോ? ടീച്ചിങ് ഉണ്ടല്ലോ, കയറിയിട്ടുള്ളൂ. ഓക്കെ, പാട്ടാണ് മുഖ്യം, അത് കഴിഞ്ഞിട്ടുള്ളൂ. ഇദ്ദേഹം പിന്നെ ഇർഷാദ് സംസ്ഥാന കലോത്സവത്തിൽ തുടർച്ചയായി 3 തവണ പങ്കെടുത്ത് വലിയ വിജയം നേടിയ വലിയൊരു ഗായകനാണ്. സന്തോഷം. ഏതായാലും പിന്നെ എന്താ അസിൻ, എന്തൊക്കെ ഇപ്പം ഇവിടെ പ്രോഗ്രാം കഴിഞ്ഞ് വരികയാണ് അല്ലേ? എവിടെയായിരുന്നു പ്രോഗ്രാം ലാസ്റ്റ്? ഇപ്പോൾ അല്ല, പുത്തനത്താണ്. അപ്പം അങ്ങനെ തിരക്കിൽ നിന്നും തിരക്കിലേക്ക് സാത്തെ. അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് ഓർമ്മ വരുന്നത് കഴിഞ്ഞ അസിനിപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പോകുക, അല്ലെങ്കിൽ റെക്കോർഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. 3ാമത്തെ പ്രാവശ്യം അല്ലേ പങ്കെടുക്കാൻ പോകല്ലേ? സ്റ്റേറ്റ് 2ാമത്. സ്റ്റേറ്റിൽ കഴിഞ്ഞ വർഷം മാപ്പിളപ്പാട്ടിനും പിന്നെ ഇതിനൊക്കെയാണ് വിന്നർ, മാപ്പിളപ്പാട്ടിന്. അതന്നെ ഗാന്ധിജിയെ കുറിച്ച് പാട്ടുപാടി എന്നുള്ളതാണ്. ആ ടോപ്പിക്ക് ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു കോണ്ടന്റ് കൊടുക്കുന്നത്. നല്ലൊരു ധൈര്യം തന്നെയാണ്. ആ കോണ്ടന്റിനപ്പുറം പിന്നെ തൻ്റെ പാട്ടുകൊണ്ട് തന്നെയാണ് പിന്നെ പല ആളുകളും ഒരു പക്ഷേ ആ വിഷയം ആരാ അത് എഴുതിയതാരാ? അതിന്റെ ലിറിക്സ് ഹംസ നരക്കാവ് സാറും പിന്നെ മ്യൂസിക് ഹനീഫ മുടിക്കോട് സാറും. അവരാണ്. ഒരു ആശങ്ക ഉണ്ടായിരുന്നോ? അത് അവര് സെലക്ട് ചെയ്തതാണ്, കോൺഫിഡന്റ് തന്നെയാണ്. പക്ഷെ ഈ വർഷം നമ്മൾ ഏതാ ടോപ്പിക് വരുന്നത്? ആ പാട്ട് തന്നെ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ അവര് സെലക്ട് ചെയ്തൊരു പാട്ട് തന്നെയാണ് മലപ്പുറത്തിനെ കുറിച്ച് പാടാന്നുള്ളത്. അപ്പൊ ഒരു മലപ്പുറം പോരിശ എന്ന് പറഞ്ഞൊരു കണ്ടന്റില് മാഷാ അല്ലാ, ജില്ലാ കലോത്സവത്തിന് പാട്ട് പാടി തന്നെ. നമ്മൾ അത് വെച്ചിട്ട് തുടങ്ങും, എന്നിട്ട് ഇവരൊക്കെ ഓരോ വരി മൂളുന്നു. കുലീനത്തോർ ശൂഹർ വീര വാര്യം കുന്നത്താനമേ കലാമൊപ്പിത്തുകൾ തുഞ്ചത്തോരെ ബികത്തലമേ തരീശോടു കാവാനരം വള്ളത്തോളിൻ്റെ എളിമാ തുടരെ മദ്ദള പാട വൈദേരീശ പോലിമാ പോലിവാറ്റ തറവാടാണേ നീലേവർണ്ണ കർണപൂർണ്ണ കുറെ ഖനർ സമൃദ്ധ നീറ ഇഷ്ട നിശ്ചസിറ്റ പ്രകൃത കേമർ ബന്ധിൽ മുന്തി ബമ്പ കല കേളി തകർന്ന കോവിലകം തേക്കിൽ മുന്തും മരവൈദ്യ അമൃത പതിരസരിടം കറമിടമിക നഗര ഉദിരസരിട ബട ജനസുഖ നിബിഡ സരനേര സദസീത ദേശ നേശ്രബെല്ലസും സമരിസ പലരിസ നാസും ഗോശാലുലസും നല്ല നല്ല നീല നീല നല്ല നല്ല നീല നീല പല നീല സുരുതി നല്ല നല്ല നീല നീല പല നീല സുരുതി മഹിതമേ ബാലരി ചേരി വിധമദരി കഹനുമേ ആദിരി തുരിതിൽ ലഹരി പിരീശപ്പുമാല പുറമേ മിശപ്പടി സുഗന്ധിടുമിസേത്തിടം പിരീശപ്പുമാല പുറമേ ആ പിരീശപ്പുമാല പുറമേ. വാ, എക്സലന്റ്, മാഷാ അല്ലാ, അടിപൊളി. ഈ എനർജി തന്നെ നിലനിൽക്കട്ടെ. നിങ്ങളോടൊരൊറ്റ റിക്വസ്റ്റ്, പ്രാർത്ഥന വേണം ഞങ്ങൾക്ക്. കാരണം ഈ വർഷം ജാനുവരി 11 എന്നാണ്? 14th 15th സ്റ്റേറ്റ് കലോത്സവം നടക്കുന്നത്. ട്രിവാൻഡ്രത്ത് വെച്ചാണ്. 3 ഐറ്റംസിന് പങ്കെടുക്കുന്നുണ്ട്. 3 ഇനങ്ങൾക്കാണ് പങ്കെടുക്കുക. ഏതൊക്കെയാണ്? ഉറുദു ഗസൽ, പിന്നെ മാപ്പിളപ്പാട്ട്, പിന്നെ ഒപ്പന. 3 ഇനങ്ങൾക്കാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും വേണം കേട്ടോ. സന്തോഷം. ജില്ലാ കലോത്സവം കഴിഞ്ഞ് എനിക്കെല്ലാം ഓർമ്മയുണ്ട്. രാജാസിൽ നിന്നും കലോത്സവം കഴിഞ്ഞ് ഫസ്റ്റ് തന്നെ നമ്മളെ മുന്നിലേക്ക് വന്ന ആ പാട്ട് ഇപ്പോഴും മറക്കൂല. അത് ഭയങ്കര വൈറലായിട്ടുണ്ട്. ആദ്യം നമ്മൾ പാട്ട് പാടിയത് എങ്ങനെയുണ്ട്? ഇപ്പോൾ എന്നാ ഖത്തറിൽ അതിൻ്റെ ചെറിയ ബ്രേക്കിൽ ഖത്തർ പോകുന്നുണ്ടല്ലേ? നാളെ പോകും. അത് എത്ര ദിവസത്തെ ട്രിപ്പാ? ഒരു ദിവസം, നാളെ കഴിഞ്ഞ് രാത്രി വരും അല്ലേ? ഓക്കെ, അടിപൊളി അടിപൊളി. ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കൈയിൽ ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കൈയിൽ ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ശരിക്കും വീട് എവിടെയാണ്? ഞാൻ എടവണ്ണ പന്നിപ്പാറ എന്ന് പറയും, സ്വദേശ.
പിന്നെ എങ്ങനെയുണ്ട് ഇപ്പൊ തിരക്ക് തന്നെയാണ്? ഇപ്പം പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ചാണോ ഞാൻ ഇർഷാദ് ഞങ്ങൾ 3 പേരാണ് കോംബോ ആയിട്ട് അങ്ങനെ പോകാറാണ്, സ്ഥിരമായിട്ട് പോകുന്നത്. അടിപൊളി. പഠിച്ചതൊക്കെ എവിടെയായിരുന്നു ശരിക്ക്? ഞാൻ പാലക്കാട് ചെമ്പൈ മ്യൂസിക് കോളേജിൽ പഠിച്ചിട്ടുണ്ട്. പാട്ട് തന്നെ ഇഷ്ടം? പാട്ട് തന്നെയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ആ ഒരു മേഖല തിരഞ്ഞെടുത്തത് ടീച്ചിങ്ങിനായിട്ട്. ടീച്ചിങ് അല്ലേ? അതെ അതെ അതെ. IHS പറപ്പൂര് നമ്മളൊക്കെ പഠിച്ച സ്കൂൾ. അതെ അതെ, നമ്മളടുത്ത അലുമിനിയാണ്. എന്താ മോനെ? എൻ്റെ പേര് ഇർഷാദ്. ഇർഷാൻ എത്ര വയസ്സായി? എനിക്ക് എത്ര ഉണ്ടാവും? ഒരു 19, 20, 24 ഇപ്പൊ ശരിക്കും പഠിക്കുന്നുണ്ടോ? ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് കഴിഞ്ഞാണ്. പിന്നെ എന്താ പറയാ, സ്റ്റുഡിയോയിൽ അതിന്റെ കൂടെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തിരുന്നു. വീട് എവിടെയാണ്? മുടിക്കോട്. നമ്മളെ ഹനീഫ മുടിക്കോട് ജ്യേഷ്ഠനോ. ഒരു എന്താ പറയാ, സംഗീത കുടുംബത്തിലെ ഫാമിലി ആയതുകൊണ്ട് പിന്നെ പ്രേക്ഷകർക്കും ഡൗട്ട് ഉണ്ടാവില്ല. ഇദ്ദേഹത്തിന്റെ കഴിവ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു വരി വന്ന് പാടിക്കൂടെ എന്റെ വീടിന്റെ മുന്നില്? ഞാൻ പഠിച്ചീനന്ന് സ്റ്റേറ്റിൽ പാടിനെ മാഷാ. ചേദിപദം അലിഫാലേ ഓതി മുതൽ അഹതാലേ, ചേദിപദം അലിഫാലേ ഓതി മുതൽ അഹതാലേ, തുതി മദന മഹിമ പദം പതി പലതിലും മുതിയോർ മിക മഹിമതിലും തുതി മത മതി മതിവോർ മതി മതിത്ത് കുതി കുതിത്ത് മതി മതിത്ത് കുതി കുതിത്ത് ചിനതമാലേ, ചെയ്തി കതിരൊളി അലിയാർ സ്തുതി പതിച്ച് നബി നിനച്ചാൽ ദിൽ ദിൽ മുതൽ വാൻ പതിച്ച് കൊല്ലും പദം പദം മൊഴി സകലം. അമേസിങ്, ബ്യൂട്ടിഫുൾ, എക്സലന്റ്, മാർവലസ്. ഞങ്ങള് എൻജോയ്ഡ് എ ലോട്ട്. എന്തായാലും എങ്ങനെയുണ്ട് ടീം? എങ്ങനെയുണ്ട് നിങ്ങളുടെ ടീം? അടിപൊളിയാണ് അല്ലേ? ഞാനിപ്പോൾ ലാസ്റ്റ് പിന്നെ അസിൻ്റെ വീട്ടിൽ പോയത്, അസിൻ്റെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഉപ്പാക്ക് ബൈക്കൊക്കെ മേടിച്ചു കൊടുത്ത സന്തോഷത്തിന് അന്ന് ഞാനും കൂടെ ആ വേളയിലുണ്ടായിരുന്നു വീട്ടിൽ വെച്ച്. ഭയങ്കര സന്തോഷമായിട്ട്. അസിനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇപ്പോൾ ഈ ചുരുങ്ങിയ വയസ്സിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ തൻ്റെ കഴിവ് കൊണ്ട് എത്തുക എന്ന് പറയുന്നത് ഒപ്പം നിങ്ങളൊക്കെ ചെറിയ കാര്യമല്ല, എല്ലാവരും കൂടെ നിർത്തിയാണ് പറയുന്നത്. മാഷാ അല്ലാ. 3 ആളും കൂടെ ഒരു പാട്ട് ഒരുമിച്ച് പാടാം, അങ്ങനെ സാഹചര്യം ഉണ്ടാവും? ഞങ്ങള് സുഹൃത്തുക്കളാണ്, ഞങ്ങൾ 3 പേരും ഭയങ്കര ഫ്രണ്ട്സുകളാണ്. അപ്പോൾ ഞങ്ങളിൽ നിന്ന് ഒരാൾ ഇങ്ങനെ സ്റ്റേറ്റിലേക്ക് പോകാൻ ഭയങ്കര സന്തോഷമാണ്. അപ്പം ഇൻഷാ അല്ലാ ഇപ്രാവശ്യം ഫസ്റ്റ് അടിച്ച് വരട്ടെ. 3 ഐറ്റംസിൽ പോകുന്നുണ്ട്, അടിച്ചു വരട്ടെ, അതാണ് ഞങ്ങളെ പ്രാർത്ഥന. അങ്ങനെ തന്നെ ആവട്ടെ ഇൻഷാ അല്ലാ. എന്താ മോന് പറയാനുള്ളത്? മിക്ക സോങ്സും നമ്മുടെ സ്റ്റുഡിയോ തന്നെ എടുക്കണേ. ഏതാ സ്റ്റുഡിയോ? സെലാർ സ്റ്റുഡിയോ മുടിക്കോട്, ഹനീഫ മുടിക്കോട്, കരീം മുടിക്കോട്. അപ്പൊ നമ്മള് പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോ തന്നെ ആഗ്രഹിക്കണ് നല്ലൊരു സാധനം ആവണം. അപ്പൊ കുറച്ച് ഇങ്ങനെ എടുത്തെടുത്ത് അങ്ങനെ ട്യൂൺ ഹനീഫാക്ക് സെറ്റ് ആക്കണേ. അപ്പൊ അതിനനുസരിച്ച് ഹനീഫാപ്പ നമ്മളോട് ചോദിച്ചു ഇത് രസമുണ്ടോ, വിഭാഗ രസമുണ്ടോ, അങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചിട്ട് തന്നെയാണ് ഈ ഒരു പാട്ട് മൊത്തത്തിൽ തിട്ടപ്പെടുത്തുന്നത്. സുന്ദരി പെണ്ണാണ് കവിളത്ത് മിനുമിനുത്ത മറുകൊണ്ട് കറുകറുത്ത